എന്തിനാ അറുക്കണ സമയത്ത് അള്ളാന്റെ പേര് ഉച്ചരിക്കണേ? എന്തേപ്പ അള്ളാന്റെ പേര് ഉച്ചരിക്കാഞ്ഞാൽ അറുത്തത് മാംസമല്ലാതാവോ? തിന്നാൻ ടേസ്റ്റ് ഇല്ലാതിരിക്കുവോ? എന്തിനാ? നമ്മൾ ശരിക്കറിയണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. മഹാ അത്ഭുതമാണ്. പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞു. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, പ്രപഞ്ചത്തിലല്ല, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ള, മനുഷ്യരോട് എല്ലാ സംഗതികളും. നിങ്ങൾ ആലോചിക്കുകയും നിങ്ങൾ അള്ളാഹുവിന്റെ ഏത് സൃഷ്ടികളെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒക്കെ മനുഷ്യന് സെർവ് ചെയ്യാൻ വേണ്ടി, മനുഷ്യന് സേവനം ചെയ്യാൻ അല്ലേ? ജീവികൾ മനുഷ്യന്റെ താഴെയാണ്, മേലല്ലല്ലോ. മനുഷ്യനേക്കാൾ ശക്തിയുള്ള ആന, ശരി, മനുഷ്യൻ എന്ത് ചെയ്യാണ്? സേവനം ചെയ്യാണ് ആന. സസ്യങ്ങൾ ജീവികളുടെ താഴെയാണ്. സസ്യങ്ങളെക്കാൾ മേലെ ആരാണ്? ജീവികളാണ്. അതുകൊണ്ടാണ് പശു പുല്ല് തിന്നുന്നത്. പുല്ല് പശുവിനെ എന്ത് ചെയ്യണില്ല? തിന്നുന്നില്ല, താഴെയാണ്. ഇനി അതല്ലാത്ത വസ്തുക്കളുണ്ടല്ലോ, ജീവനൊന്നുമില്ല എന്ന് നമ്മൾ പറയുന്ന ചില വസ്തുക്കൾ, ആ വസ്തുക്കൾ ഈ സസ്യങ്ങളുടെയും താഴെയാണ്. ചുരുക്കത്തിൽ എല്ലാ സംഗതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്തിനാ? മനുഷ്യന് സേവനം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സേവനം ചെയ്യാൻ വേണ്ടി, മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച സാധനങ്ങളെ നമ്മളിങ്ങോട്ട് ഉപയോഗിക്കുമ്പം ഒരു ചെറിയ സമ്മതം ചോദിക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ? ആ ഒരു സമ്മതം ചോദിക്കലാണ് എന്ത്? ബിസ്മില്ലാ. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അറക്കുമ്പം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സമയത്തായാലും ബിസ്മില്ല ചെല്ലാൻ നമ്മൾ മറന്നു പോവുക എന്നുള്ളത് എന്തല്ല? ശരിയല്ല. അത് എല്ലാ സമയത്തും നമ്മൾ ഓർക്കേണ്ട ഗൗരവമുള്ള ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാ. സൂറത്തു യാസീനിലെ 71, 72 വചനങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ട്. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ നഅമൻ ഫഹും ലഹാ മാലികൂൻ. സൂറത്തു യാസീൻ 71. അവലം യറൗ, അവർ കാണുന്നില്ലേ? അന്നാ ഖലഖനാ ലഹും, അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു. മിമ്മാ അമിലത് ഐദീനാ നഅമൻ, നമ്മുടെ കൈകൾ നിർമ്മിച്ചതിൽപ്പെട്ട അൻആമുകൾ, മൃഗങ്ങൾ. ഫഹും ലഹാ മാലികൂൻ, അവരതാ നമ്മൾ നിർമ്മിച്ച, നമ്മൾ ഉണ്ടാക്കിയ കന്നുകാലികൾ അവർ ഉടമയാക്കുന്നു, ഉടമസ്ഥരാക്കുന്നു. അവർ പറയുന്നത് എന്റെ പോത്ത്, എന്റെ പശു, എന്റെ ഒട്ടകം, എന്റെ കുതിര, അല്ലേ? വദല്ലൽനാ ലഹും, നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. എല്ലാ മൃഗങ്ങളെയും അള്ളാഹ് എന്താക്കിയിട്ടുണ്ട്? ദല്ലല. എത്ര രസാണ് ആ പദം എന്നറിയോ? ഏതിനെയും മനുഷ്യൻ, നിങ്ങൾ ആലോചിച്ച് നോക്കി, സർക്കസ് കൂടാരത്തിൽ ചെന്നാൽ സിംഹം എന്ന് പറയുന്ന വന്യമൃഗമാണ്, ഭയങ്കര ജീവി. അതിനെ പോലും മനുഷ്യൻ എങ്ങനെ വരച്ച വരമെങ്ങനെ നിർത്താം? ചിലതിൽ മനുഷ്യൻ വാഹനമായിട്ട് ഉപയോഗിക്കുന്നു, ചിലതിനെ മനുഷ്യൻ തിന്നുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകിയത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നല്ല ഭക്ഷണമാണ് എന്ത്? മാംസം എന്ന് പറയുന്നത്. നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം. ഖുർആനൊക്കെ പരിശോധിച്ച് നോക്കി നിങ്ങൾ. ഇബ്രാഹിം നബിന്റെ കഥ പറഞ്ഞു കൊടുത്ത് കണ്ടിട്ടില്ലേ? എന്താ ഇബ്രാഹിം നബി കൊടുക്കണത് മലക്കുകൾക്ക്? മാംസമാണ്. മാംസം നല്ല ഭക്ഷണം. ചില ആൾക്കാർ പറയും നമ്മൾ മാംസം തിന്നൂല. എന്തേ? നമ്മൾ സസ്യബുക്ക, വെജിറ്റേറിയനാ. എന്തേ വെജിറ്റേറിയൻ? ഒന്നുമില്ല, അത് ആ നിങ്ങളിങ്ങനെ ജീവികളെ ക്രൂരമായി അറക്കല്ലേ, ആ ജീവികളോടുള്ള ആ കരുണ. മാഷാഅല്ലാഹ്. എന്താ കരുണക്ക് കാരണം? കരുണക്ക് കാരണം ജീവനുണ്ടായിട്ടെങ്കിൽ, ജീവനുള്ളതിനെ നമ്മൾ അറുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കടുപ്പമാണ്, ക്രൂരമാണ്. ശരി, അപ്പൊ നിങ്ങൾ സസ്യബുക്കുകളായ നിങ്ങൾ പിന്നെ ഈ കഴിക്കുന്ന സസ്യങ്ങൾക്കൊന്നും ജീവനില്ലേ? അല്ല, നിങ്ങൾ പറയും അതിനൊന്നും ജീവല്ലേ? അവിടെ ചോദ്യമല്ല. എന്താ?
ഇത് നിങ്ങൾ കണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറുക്കാൻ വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് നിശ്ചയിച്ചു തന്ന മൃഗങ്ങളുടെയും അറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മൃഗങ്ങളുടെയും വ്യത്യാസങ്ങൾ കണ്ടില്ലേ? പോത്തിങ്ങനെയാണ് നിന്ന് തരാ, സിംഹം നിന്ന് തരോ? തരൂല. വ്യത്യാസം അള്ളാഹ് സംവിധാനിച്ച രീതിയാണ്. അള്ളാഹു സംവിധാനിച്ച ആ രീതിയും സ്വഭാവവും അതിനുണ്ട്. അത് ഭക്ഷണത്തിന് വേണ്ടിയുള്ളതാ. അത് കഴിക്കൂല, അത് കഴിച്ചുകൂടാ, അത് പറ്റൂല, അത് ക്രൂരതയാണ് എന്ന് പറഞ്ഞവരോ അവര് എല്ലാ ചെടിയും വെട്ടി കഴിക്കും. അപ്പൊ എന്തേ അതെങ്ങനെ കഴിക്കങ്ങള്? അതിന് ജീവനില്ലേ? ഉണ്ടല്ലോ. എല്ലാ സസ്യങ്ങൾക്കും ജീവനില്ലേ? ഉണ്ടല്ലോ. സസ്യങ്ങൾക്ക് മാത്രല്ല, നിങ്ങളെങ്ങനെ കല്ല് പൊട്ടിക്ക? കല്ലിന് ജീവനുണ്ട്. വലിയൊരു പാറയിൽ നിന്ന് വീടുണ്ടാക്കാൻ വേണ്ടി കല്ല് പൊട്ടിക്കുന്ന സസ്യബുക്കുകൾ വെജിറ്റേറിയൻസ് മനസ്സിലാക്കണം. എന്ത്? ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ശരീരം പോലെയുള്ള പാറയിൽ നിന്ന് നിങ്ങൾ പാറയുടെ കുട്ടികളെയാണ് വെട്ടിപ്പൊളിക്കുന്നത്, അല്ലേ? എല്ലാ വസ്തുവിനും ജീവനുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്. സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ വചനം. ഇപ്പോഴൊന്നുമല്ല, എത്ര നൂറ്റാണ്ട് മുമ്പ് അള്ളാഹ് പറഞ്ഞു വെച്ചിരുന്നത്. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ. വല്ലാത്തൊരു വാക്കാ, അന്തം വിട്ടുപോകും നമ്മൾ. അള്ളാഹുവിന് ആകാശങ്ങളും 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവയും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു. ആരാ പറഞ്ഞ്? ആകാശങ്ങൾ, 7 ആകാശങ്ങൾ. ജീവനുണ്ടതിന്. ഭൂമി ജീവനുണ്ട്. പറയും, നിങ്ങളെങ്ങനെ എന്റെ മേലെ നടക്കുക? ഭൂമിന്റെ മേലെ ഭൂമിക്ക് വേദനയാവൂലേ? നടക്കാൻ പാടുണ്ടോ? വമൻ ഫീഹിന്ന, അവയിലുള്ള എല്ലാം തസ്ബീഹ് ചെയ്യുന്നു. നീ കേട്ടോ, വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധിപ്പെടുത്താത്ത ഒരു വസ്തുവും ഇല്ല. അപ്പൊ ചിലപ്പോ നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കണില്ലല്ലോ അതിന്റെ തസ്ബീഹ് എന്നാ. കേട്ടോ, വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ അവയുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അത്രേ ഉള്ളൂ. എല്ലാറ്റിനും ജീവനുണ്ട്. എല്ലാം അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു, തസ്ബീഹ് ചെയ്യുന്നു. അപ്പൊ